കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകളുമായ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേരുമെന്ന് സ്ഥിരീകരിച്ച് ഭർത്താവ് ഡോക്ടർ വേണുഗോപാൽ പാർട്ടിയിൽ നിന്നും കിട്ടിയ വലിയ അവഗണനയിൽ പത്മജ വേദനിക്കുന്നത് കണ്ടിട്ടുണ്ടെന്നും അതുകൊണ്ടായിരിക്കാം ഈ തീരുമാനമെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു. പത്മജ എന്തു തീരുമാനമെടുത്താലും ഞാനതിനെ പിന്തുണയ്ക്കാറാണ് പതിവ്. രാഷ്ട്രീയമായി ഇക്കാര്യത്തിൽ അഭിപ്രായം പറയുന്നില്ല. കെ കരുണാകരൻ സ്മാരക നിർമ്മാണം വൈകുന്നതിനും അവർ അസ്വസ്ഥയായിരുന്നു. പലരും അതിന് എതിർത്തുനിന്നു. രാഷ്ട്രീയ മാറ്റമെന്ന തീരുമാനം നേരത്തെ ഉണ്ടായിരുന്നില്ല. രാഷ്ട്രീയം അവസാനിപ്പിച്ച് വീട്ടിലിരിക്കാനാണ് താൻ പറയാറ്. പത്മജയുടെ മനസ്സിലും ഇതുതന്നെയായിരുന്നു. എന്നാൽ മികച്ച ഒരു അവസരം വന്നപ്പോൾ ശ്രമിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. പത്മജയുടെ തീരുമാനത്തിന് എല്ലാവിധ പിന്തുണയുമുണ്ട്. ഭാര്യയുടെ വ്യക്തിപരമായ തീരുമാനങ്ങൾ എതിർക്കാറില്ലെന്നും വേണുഗോപാൽ വ്യക്തമാക്കി. ചില മണ്ഡലങ്ങളിൽ ബി.ജെ.പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ലെന്നും പത്മജ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഒരിക്കലും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നായിരുന്നു പ്രതികരണം. രാഷ്ട്രീയം സംസാരിക്കാറില്ല, രാഷ്ട്രീയത്തിൽ ഇടപെടാറില്ല. പക്ഷേ ഭാര്യ യുക്തിസഹമായ ഒരു തീരുമാനമെടുത്താൽ അതിനെ പിന്തുണയ്ക്കാറുണ്ട്. അത്തരത്തിലുള്ളതാണ് ഇപ്പോൾ വന്നത്. പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടും വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ലെന്നും അവഗണിക്കപ്പെടുകയാണെന്നും കുറെ നാളായി പത്മജ പറയാറുണ്ട്. സർക്കാർ സൗജന്യമായി സ്ഥലം നൽകിയിട്ടും കരുണാകരൻ സ്മാരകം പൂർത്തീകരിക്കാനാകാത്തതിലാണ് പത്മജ ഏറ്റവും കൂടുതൽ വേദനിച്ചത്. ഇതിനായി ഏറെ ബുദ്ധിമുട്ടിയെങ്കിലും നേതൃസ്ഥാനത്തിനായി ഗ്രൂപ്പുകൾ അടിയായി. തൃശൂരിൽ കൂടെ നിന്നവർ തന്നെ പത്മജയെ തോൽപ്പിച്ചു. കോൺഗ്രസ് വിട്ടുപോകുകയെന്നത് ആലോചിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. പക്ഷേ വലിയ സമ്മർദ്ദമുണ്ടായപ്പോഴാണ് ഇപ്പോഴത്തെ തീരുമാനം. ബി.ജെ.പി നേതാക്കളെ വ്യക്തിപരമായി അറിയാം. രാഷ്ട്രീയ ബന്ധമില്ല, വാഗ്ദാനങ്ങളൊന്നുമില്ല. നിരുപാധികമായാണ് ബി.ജെ.പിയിലേക്ക് പത്മജ പോകുന്നതെന്നും വേണുഗോപാൽ വ്യക്തമാക്കി. പത്മജ വേണുഗോപാലിന്റെ ബി.ജെ.പി പ്രവേശന വാർത്തകളോട് രൂക്ഷമായി പ്രതികരിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവും വടകര എം.പിയുമായ കെ മുരളീധരൻ പത്മജയുടെ തീരുമാനം ദൗർഭാഗ്യകരമാണെന്ന് സഹോദരൻ കൂടിയായ മുരളീധരൻ പ്രതികരിച്ചു. പത്മജയ്ക്ക് കോൺഗ്രസ് മുന്തിയ പരിഗണനയാണ് നൽകിയത്. പാർട്ടി വിടാൻ അവർ പറഞ്ഞ ഒരു കാരണത്തിനും അടിസ്ഥാനമില്ല. പത്മജയെ പാർട്ടിയിലെടുത്തതുകൊണ്ട് ബി.ജെ.പിക്ക് കാൽക്കാശിന്റെ ഗുണമുണ്ടാകില്ല. ഇനി ഒരു തരത്തിലുള്ള ബന്ധവും അവരുമായില്ല. എല്ലാ ബന്ധവും അവസാനിച്ചു. ഇ.ഡിയെ കാണിച്ച് പേടിപ്പിക്കാൻ കഴിയില്ല. ഈ പരിപ്പ് വടകരയിൽ വേവില്ല. വർഗീയ കക്ഷിയുടെ കൂടെ പോയതിൽ പിതാവ് കെ കരുണാകരന്റെ ആത്മാവ് പത്മജയോട് പൊറുക്കില്ല. കരുണാകരൻ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് സംഘികളെ കയറി നിറങ്ങാൻ സമ്മതിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 52,000 വോട്ടിന് കെ കരുണാകരൻ ജയിച്ച മുകുന്ദപുരത്ത് 1.5 ലക്ഷം വോട്ടിന് പത്മജ നമ്പാടനോട് പരാജയപ്പെട്ടു. 12,000 വോട്ടിന് തേറമ്പിൽ രാമകൃഷ്ണൻ വിജയിച്ച സീറ്റിൽ 7,000 വോട്ടിന് പരാജയപ്പെട്ടു. കഴിഞ്ഞ നിയമസഭയിൽ തൃശൂരിൽ ത്രികോണ മത്സരത്തിൽ 1000 വോട്ടിന് പരാജയപ്പെട്ടു. ചില വ്യക്തികൾ കാലുവാരിയാൽ തോൽക്കുന്നതാണ് ഒരു തെരഞ്ഞെടുപ്പ്. അങ്ങനെയെങ്കിൽ എന്നെ ഒരുപാട് പേര് കാലുവാരിയിട്ടുണ്ട്. ഞാൻ പരാതിപ്പെടാൻ പോയിട്ടില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. പത്മജ പറഞ്ഞ ഒരു കാരണത്തിനും അടിസ്ഥാനമില്ല. ഇത്രയും വളർത്തി വലുതാക്കിയ പാർട്ടിയല്ലേ കോൺഗ്രസ് വിട്ടുപോയപ്പോൾ LDFും UDFും എടുക്കാത്ത കാലത്ത് ബി.ജെ.പിയുമായി ഞാൻ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. കെ കരുണാകരൻ ഒരു കാലത്തും വർഗീയതയോട് സന്ധി ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള കരുണാകരന്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെ ബി.ജെ.പിയിലേക്ക് കിട്ടിയെന്ന് പറയുന്നത് മതേതര വിശ്വാസികൾക്ക് ദുഃഖം നൽകുന്ന കാര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതുകൊണ്ടൊന്നും പോരാട്ടവീര്യം തളരില്ല, ശക്തമായി പോരാടും. പത്മജയെ എടുത്തതുകൊണ്ട് ബി.ജെ.പിക്ക് കാൽക്കാശിന്റെ ഗുണമുണ്ടാകില്ല. എല്ലായിടത്തും ബി.ജെ.പി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളും. 1ാം സ്ഥാനം പ്രതീക്ഷിക്കുന്ന നിയോജക മണ്ഡലങ്ങളിൽ പോലും 3ാം സ്ഥാനത്തേക്ക് പോകേണ്ടി വരും. ഈ ചതിക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലൂടെ തന്നെ ശക്തമായി പകരം ചോദിക്കുമെന്നും മുരളീധരൻ വ്യക്തമാക്കി. ബി.ജെ.പിയിലേക്ക് പോകുമെന്ന സൂചന പോലും തനിക്ക് നൽകിയിട്ടില്ല. അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പ്രസ്ഥാനമല്ലേ, അതുകൊണ്ട് നമുക്ക് പോകാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ വ്യക്തി എങ്ങനെ ഈ കടുത്ത തീരുമാനത്തിലേക്ക് പോയി? പാർട്ടിയിൽ എന്തു കിട്ടിയാലും ഇല്ലെങ്കിലും കെ കരുണാകരനെ ചിതയിലേക്ക് എടുക്കുമ്പോൾ ശരീരത്തിൽ പുതപ്പിച്ച കോൺഗ്രസിന്റെ ത്രിവർണ പതാക ഞങ്ങൾക്കൊക്കെ അവകാശപ്പെട്ടതാണ്. ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ ചിലത് കിട്ടിയില്ലെന്ന് പറയുമ്പോൾ കിട്ടിയ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കേണ്ടേ എന്നും അദ്ദേഹം ചോദിച്ചു. വടകരയിൽ മത്സരിക്കുന്നതിൽ നിന്ന് പിന്മാറുന്നുവെന്ന ആരോപണം കെ മുരളീധരൻ തള്ളി. അങ്ങനെ യാതൊരു കാര്യവുമില്ല. പാർട്ടി പറഞ്ഞാൽ ശക്തമായി പോരാടും. എന്റെ പാർട്ടിയുടെ നയങ്ങൾ വെച്ചുകൊണ്ട് എന്റെ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാൻ വേണ്ടി ശക്തമായി പോരാടും. വർഗീയ കക്ഷിയുടെ കൂടെ പോയതുകൊണ്ട് അച്ഛന്റെ ആത്മാവ് പൊറുക്കില്ല. ചാലക്കുടിയിൽ മത്സരിച്ചാൽ നോട്ടയ്ക്കാണോ കൂടുതൽ വോട്ട് കിട്ടുക, ബി.ജെ.പിക്കാണോ കിട്ടുക എന്ന് നമുക്ക് മനസ്സിലാവുമെന്നും അദ്ദേഹം പറഞ്ഞു.